പക്ഷെ മീഡിയയെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ് നിന്റെ ഐഡിയ. വിപ്ലവം എന്നത് പരസ്യമല്ല, അത് ജീവിതമാണ്. കോമ്രേഡ്, നീ നമ്മുടെ സംഘടനയെയും സിദ്ധാന്തങ്ങളെയും അപമാനിക്കുകയാണ്. അപമാനിച്ചതല്ല കോമ്രേഡ്, ഒരു സംശയമാണിത്. സംശയം? കോമ്രേഡ്, വിപ്ലവം ഒരിക്കലും സംശയത്തോടെ വളരില്ല. വിശ്വാസമുണ്ടെങ്കിലേ വളരൂ. ശരി, എന്താ നിന്റെ സംശയം? ആദ്യത്തെ അടിമ ജനിച്ചപ്പോൾ ഈ പോരാട്ടം തുടങ്ങിയതാണ്. അവസാനത്തെ അടിമ ഉള്ളതുവരെ ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ പോരാട്ടം ആരുടെ കൂടെ, എന്തിനു വേണ്ടി, എത്ര കാലം? ജനങ്ങളെ അടിമകളാക്കി ഭരിക്കുന്നത് വരെ ഈ വിപ്ലവം തുടരും കോമ്രേഡ്. എത്ര പേർ ഇല്ലാതായാൽ ഈ അടിമ വിലങ്ങ് ചിതറും, എത്ര പേർ മരിച്ചാൽ ഈ പോരാട്ടം അടങ്ങും. നീ വീണ്ടും നമ്മുടെ സംഘടനയെയും സിദ്ധാന്തങ്ങളെയും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ കോമ്രേഡ്, നമ്മുടെ സിദ്ധാന്തങ്ങളെ ഞാൻ അപമാനിച്ചതല്ല, പോകുന്ന വഴി തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിദ്ധാന്തങ്ങളിൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. അല്ല, അത് വളർന്നിട്ടേ ഉള്ളൂ. എന്നുവെച്ചാ എന്നെയും എന്റെ നേതാക്കളെയും സംശയിക്കുകയാണോ? ഒരു കോടീശ്വരന്റെ വീട്ടിൽ ജനിച്ച് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സോഷ്യൽ സയൻസ് ഹോണേഴ്സിന് ഗോൾഡ് മെഡൽ വാങ്ങിച്ച താങ്കളെ എത്രയോ കോർപ്പറേറ്റ് കമ്പനീസ് ലക്ഷക്കണക്കിന് ശമ്പളം തരാമെന്ന് പറഞ്ഞ് അതിന് പോകാതെ തുനിഞ്ഞ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയ താങ്കളെ കണ്ട് ഇൻസ്പയർ ആയി എന്നെപ്പോലെ എത്രയോ പേര് ഈ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനത്തെ താങ്കളെ ഞാൻ സംശയിച്ചാൽ അത് എന്നെ തന്നെ ഞാൻ സംശയിക്കുന്നതിന് തുല്യമാണ്. സത്യ, നിനക്ക് സിദ്ധാന്തങ്ങളിൽ വിശ്വാസമുണ്ട്, വിപ്ലവത്തോട് പ്രേമമുണ്ട്, എന്നോട് ബഹുമാനവുമുണ്ട്. പിന്നെ നിന്റെ പ്രശ്നം എന്താണ്? ഏത് പോരാളി പ്രജകൾക്ക് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുന്നുവോ, ഏത് പോരാളി അതേ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി കയ്യിൽ ആയുധമെടുക്കുന്നുവോ, ഏത് പോരാളി പ്രജകൾക്ക് വേണ്ടി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് കരിയലയായി ഉതിർന്നു പോകുന്നുവോ, ആ പോരാളിയെ കുറിച്ച് പ്രജകൾ എന്താണ് കരുതുന്നത്? ഈ പോരാളികളുടെ പോരാട്ടം അവർക്ക് വേണമെന്നാണോ അല്ല വേണ്ടെന്നാണോ? നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾ ചോദിക്കാതെ, ജനങ്ങൾക്ക് ആവശ്യമില്ലാതെ, ജനങ്ങളുടെ കരുണയും സഹായവും ഇല്ലാതെയാണ് ഈ വിപ്ലവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണോ നിന്റെ വിചാരം? ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, പ്രജകൾ എന്ത് ഉദ്ദേശിക്കുന്നു എന്നതാണ് മുഖ്യം. നിന്റെ അഭിപ്രായം ശരിയായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കൽ സർക്കാരിനെ കാണാൻ പോയപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ എന്നെ കാണാൻ വേണ്ടി മാത്രം അവിടേക്ക് വരില്ലായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അപേക്ഷയായി എനിക്ക് സമർപ്പിക്കില്ലായിരുന്നു. അത് വിചാരിച്ച് താങ്കൾ ഗർവിക്കുന്നു. ഞാൻ ലജ്ജിക്കുന്നു. എന്തിനാന്നറിയോ കോമ്രേഡ്? ഇത്ര കാലം നമ്മൾ എവിടെയാ കാണേണ്ടത്, എങ്ങനെയാ കാണേണ്ടതെന്ന് അറിയാതിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നാണ് നിങ്ങളെ കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് അധിക ആൾക്കാർ അന്ന് അവിടെ വന്നത്. അധിക ആപത്തുള്ള RDX എന്നുള്ള 3 വാക്ക് നെറ്റിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 200 സൈറ്റിന് മുകളിൽ നെറ്റിൽ ഓപ്പൺ ആകും. അത് എവിടെ കിട്ടും, എങ്ങനെ ഉണ്ടാക്കണമെന്നും പറഞ്ഞു തരാൻ. ഹെറോയിൻ, കൊക്കെയിൻ, ചെറസ് പോലുള്ള മയക്കുമരുന്നുകൾക്ക് ഡയറക്റ്റ് ഹോം ഡെലിവറി തന്നെ ഉണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് നമ്മുടെ പണം കോടിക്കോടിയായി ഹവാല ചെയ്യാനുള്ള പാരലൽ ട്രാൻസ്പോർട്ട് സാധ്യതയുമുണ്ട്. പക്ഷെ ആപത്തിലുള്ളവൻ അണ്ണാന്ന് വിളിച്ച് നമ്മളെ വന്ന് കാണുവാൻ വേണ്ടി മാത്രം ഒരു ഒറ്റയടി പാത പോലുമില്ല. അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ അറിയിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ബോക്സിന്റെ സൗകര്യം പോലും ഇല്ല കോമ്രേഡ്. നീയും ഈ ക്യാപിറ്റലിസ്റ്റ് മീഡിയകൾ പറഞ്ഞു വരുത്തുന്ന അസംബന്ധങ്ങൾ വിശ്വസിക്കുകയാണോ? മീഡിയ കാരണമാണ്, അതേ മീഡിയ കാരണമാണ് നമ്മൾ വിരട്ടിയടിക്കാൻ ഉദ്ദേശിക്കുന്ന അമേരിക്ക പോലുള്ള വിദേശ രാജ്യത്തിന്റെ മുതലാളിത്വ തത്വശാസ്ത്രവും അവരുടെ സംസ്കാരവും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള കുടിൽ വീടുകളിൽ വരെ വന്നു കഴിഞ്ഞു. ഈ കാട്ടിനപ്പുറത്തുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീർ കാണാൻ പറ്റാതെയും അവന്റെ രോദനം കേൾക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നാം ഇപ്പോൾ ഉള്ളത്. നഗരത്തെ രോഗം ബാധിച്ചാൽ അതിനുള്ള മരുന്ന് ഈ കാടിനാണോ കൊടുക്കേണ്ടത്? കയ്യിലുള്ള സാധനം ഇരുട്ടിൽ കളഞ്ഞിട്ട് വെളിച്ചമുള്ള സ്ഥലത്തിൽ പോയി അന്വേഷിക്കുന്ന പോലെയാണത് കോമ്രേഡ്. കാട്ടിനും വിപ്ലവത്തിനും വളരെ അടുത്ത ബന്ധമുണ്ട്. കാട്ടിലുള്ള മരങ്ങളും ചെടികളും ആരും വളർത്തുന്നതല്ല, അതെല്ലാം സ്വയം വളരുന്നതാണ്. ആ വേഗവും വിവേകവും ഒരു പോരാളിക്ക് അത്യാവശ്യമാണ് കോമ്രേഡ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ വഴിത്തടങ്ങളെയാണ്. പോരാട്ടം തുടങ്ങിയ കാലത്ത് നമ്മുടെ കയ്യിൽ വെറും കട്ട കൊണ്ട് ഉണ്ടാക്കിയ തോക്കുകളായിരുന്നു. പക്ഷെ ഇപ്പോ AK-47 ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് ആയുധങ്ങളെ മാറ്റുന്ന നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മുടെ സിദ്ധാന്തങ്ങളെ എന്തുകൊണ്ട് മാറ്റിക്കൂടാ? ഒരു പുതിയ നിയമമുണ്ടാക്കാൻ നമ്മൾ എന്തുകൊണ്ട് ശ്രമിച്ചൂടാ? എന്നുവെച്ചാൽ വിപ്ലവം ഉപേക്ഷിച്ച് തോക്കുകൾ വലിച്ചെറിയാമെന്നാണോ പറഞ്ഞു വരുന്നത്? ആ വാക്കുകൾ പറയേണ്ടത് പോലീസും അല്ല, പോരാളികളോ അല്ല, പ്രജകൾ. അതുകൊണ്ടാണ് ജനങ്ങളുടെ അടുത്ത് ചെല്ലേണ്ടതും നമ്മുടെ ആവശ്യം എവിടെ ഉണ്ടെന്ന് അറിയേണ്ടതും. വാസ്തവത്തിൽ നമ്മുടെ ആവശ്യം അവർക്ക് വേണോ വേണ്ടയോ എന്നും അറിയണം. അങ്ങനെ ഒരുപക്ഷെ അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണെങ്കിൽ എങ്ങനെ പോരാടണം, ആരെ എതിർക്കണമെന്ന് പ്രജകൾ തന്നെ പറയും. നമ്മൾ ഈ കാട് ഉപേക്ഷിച്ച് നഗരത്തിലേക്ക് ചേക്കേറാമെന്നാണോ? നഗരത്തിലേക്ക് അല്ല കോമ്രേഡ്, പ്രജകളുടെ അടുത്തേക്കാ. നമ്മൾ ഈ കാട്ടിനുള്ളിൽ വന്നത് ജനങ്ങൾക്ക് വേണ്ടിയാ. ഈ കാട് വിട്ട് പോകാൻ പോകുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാ. നമ്മുടെ ആവശ്യം ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സന്തോഷവുമാണ്. അത് അവരുടെ കൂടെ ഇരുന്ന് സാധിച്ചെടുക്കാം.
ഞാൻ സമ്മതിക്കുന്നു. ലാൽ സലാം. അന്ന് ഞങ്ങളൊക്കെ ഒത്തുചേർന്നെടുത്ത ആ ഒരു തീരുമാനം കൊണ്ടാണ് ഈ കാമ്രേഡ് സത്യൻ രാശിക്കല്ല് വിൽക്കുന്ന മഹാനന്ദിയായി മാറിയത്, ജനങ്ങളോട് ഇടപഴകിയതും. അതിന് എന്റെ ഹോട്ടൽ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? അത് കോമൺ മാനിന്റെ കെയർ ഓഫ് അഡ്രസ് ആയതുകൊണ്ടാണ്. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ എന്നോട് എന്തിനാ പറയുന്നതെന്നാ മനസ്സിലാവാത്ത. വെറും ആവേശത്തിൽ ചെയ്യുന്നതല്ല വിപ്ലവം, ദൃഢനിശ്ചയത്തോടെ ലക്ഷ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണത്. നിനക്ക് കാശിന്റെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഈ ഹോട്ടൽ വിൽക്കാൻ വന്ന നീ ഇവിടെ കുറെ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്നത് ഇറാനി ഹോട്ടലാ എന്നത് മനസ്സിലാക്കി, എത്രയോ പേരുടെ ദാഹവും വിശപ്പും അടക്കുന്നത് ആ ഹോട്ടൽ എന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നീ അത് വിൽക്കാതിരുന്നത്. ആയുധം ഏന്തുന്നവർ മാത്രമല്ല, ഈ സമൂഹത്തിനു വേണ്ടി പോരാടുന്ന എല്ലാവരും പോരാളികളാണ്. ആ ലക്ഷണങ്ങളെല്ലാം നിന്നിൽ കണ്ടതുകൊണ്ടാണ് പോലീസിന്റെ സഹായത്തോടെ നിന്നെ ഇവിടെ വിളിപ്പിച്ചത്. ഈ സമൂഹത്തിന് പോരാളികളുടെ ആവശ്യമുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് എത്രമാത്രം? ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? അവർ ആരെ എതിർത്ത് പോരാടണം എന്നതെല്ലാം ഈ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. കോംറേഡ്സ് എന്നെ അന്വേഷിച്ചു വരുമ്പോൾ മുംതാജ് ഇത് അവരെ ഏൽപ്പിക്കണം. ഞാനോ? അതിന് എനിക്കവരെ ആരെയും അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെ ഏൽപ്പിക്കും? എല്ലാം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ കൊടുത്തൂടെ? ഒരു പക്ഷേ എന്നെ കൊണ്ട് അത് കഴിഞ്ഞെന്ന് വരില്ല, കാരണം ഏത് നിമിഷം ഇവർ എന്നെ എൻകൗണ്ടർ ചെയ്തേക്കാം. എന്റെ മുത്തശ്ശന്റെ ആഗ്രഹത്തിന് പോലും വില കൽപ്പിക്കാതെ ഇത് വിൽക്കാനാ ഞാൻ വന്നത്. നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത, അവരുടെ പ്രാണം പോലും വില കൽപ്പിക്കാതെ ആ കാട്ടിൽ ചിലരൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നമ്മളും അവരെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണ്ട, അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് ജീവിച്ചൂടെ? സഖാവ് സത്യന്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചത് ഇതാണ്: മരിച്ചാൽ എല്ലാവരും ഒന്നിച്ചു മരിക്കാം, ജീവിച്ചാൽ ഒന്നിച്ചു ജീവിക്കാം. ആ സത്യനെ പോലെ ആൾക്കാരുള്ളവരെ നമ്മൾക്കാർക്കും ഒന്നും ആവില്ല. പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി തന്നെ തുടരുന്നു. പണമുള്ളവന്റെ കയ്യിൽ വീണ്ടും വീണ്ടും പണം വന്നു ചേരുന്നു. ഈ സമൂഹത്തിൽ മനുഷ്യത്വം കാണാതായിരിക്കുന്നു. ജനങ്ങളെ രക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ നാം കാട്ടിലേക്ക് പോയി റിവാൾവറും തോക്കുമായി അലഞ്ഞു തിരിഞ്ഞു. ഈ ദേശത്തെ നന്നാക്കണമെന്ന പേരിൽ നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി ഒരു കൂട്ടരുണ്ട്. ആരാ അവര്? സഖാക്കൾ. പിന്നെ അവരെ അന്വേഷിച്ച് എന്തുകൊണ്ട് പോയില്ല? അവർ എവിടെയുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഞങ്ങളുടെ സമയദോഷം, അവരെ കാണാൻ ഞങ്ങൾക്കും സാധിക്കില്ല. സഹമനുഷ്യന് ഉപകരിക്കാത്ത വിപ്ലവം ഒരു വിപ്ലവമാണോ? ഒരു മനുഷ്യൻ ആപത്തിലിരിക്കുമ്പോൾ അവനെ സഹായിക്കാൻ ആദ്യത്തെ ചുവടെടുത്ത് വെക്കേണ്ടത് ഒരു സഖാവായിരിക്കണം. നമ്മൾ പലർക്കും ഉദാഹരണമായി തീരണം. നമ്മുടെ കയ്യിലുള്ള ഈ മാരകായുധങ്ങളെക്കാൾ വിലയേറിയത് മറ്റുള്ളവരെ സഹായിക്കണമെന്ന ഒരു നല്ല മനസ്സാണ്. ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങിയ ഈ സംഘടന അവരിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഒരുപക്ഷെ അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണെങ്കിൽ എങ്ങനെ പോരാടണം, ആരെ എതിർക്കണമെന്ന് പ്രജകൾ തന്നെ പറയും. പ്രജകളാണ് നമ്മുടെ ബലം, പ്രജകളാണ് നമ്മുടെ ആയുധം. വരൂ സഖാക്കളെ, ജനങ്ങളുടെ അടുത്തേക്ക് പോകാം, ജനങ്ങളിൽ ഇഴുകിച്ചേരാം, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാം. ഹലോ അച്ഛാ. മോനെ, നീ അയച്ച പണം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. എല്ലാ കടവും അടച്ചു. ഞാനോ? പണം അയച്ചെന്നോ? എന്തോ നാടാ, പൈസ അയച്ചിട്ട് നീ അത് മറന്നോ? അത് ഷൂട്ടിങ്ങിൽ ബിസി ആയതുകൊണ്ട് മറന്നുപോയതാ. എന്റെ പ്രോബ്ലം എങ്ങനെയാ സോൾവ് ആയത്? നിന്റെ പ്രോബ്ലം മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരുടെ പ്രോബ്ലമും ആ മഹാനന്ദി സോൾവ് ചെയ്ത് കഴിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രാശികളുടെ മഹത്വമല്ല, മഹാനന്ദിയുടെ മനുഷ്യത്വമാണ്. ട്രംപ് മച്ചമ്പി വൈറ്റ് ഹൗസ് കാലിയാക്കി തരില്ലെന്നാണോ? ബൈഡൻ വാതൊക്കെ കാത്തു നിൽക്കുന്നത്രേ. വീണ്ടും കൊച്ചിയിൽ സ്വർണം കടത്ത്. എന്തുവാ? ചായക്കടയിൽ ആരെങ്കിലും പേപ്പർ വായിക്കുന്ന കണ്ട ഉടനെ എച്ചിലേല കണ്ട പട്ടികളെ പോലെ വന്ന് നിൽക്കുമല്ലോ. പോടോ. എടോ കണ്ണാടി, 5 രൂപ കൊടുത്ത് സ്വന്തമായിട്ട് ഒരു പേപ്പർ മേടിച്ചൂടെ? ഈ പേപ്പർ വാങ്ങിയത് ഞാനാടോ. എന്നാ ഞാൻ നന്നായി മടക്കി തരാം. ചേട്ടായി സൂക്ഷിച്ച് ഇത് വീട്ടിൽ കൊണ്ടുപോ. രമേശ്, മുംതാസ് ഇവിടെയുണ്ട്. എക്സ്ക്യൂസ് മീ മാം, ഞങ്ങള് മഹാനന്ദിയെക്കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങളതിന് സ്റ്റുഡിയോയിലേക്കൊന്ന് വരേണ്ടി വരും.
For more updates, like, comment, subscribe to our channel.